ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബഷീർ ദിനത്തോടനുബന്ധിച്ച പ്രധാന ചോദ്യോത്തരങ്ങളാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലം ഏത്? ഉത്തരം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ്. വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ്? ഉത്തരം ബേപ്പൂർ സുൽത്താൻ. മജീദും സുഹൈലും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ നോവൽ ഏത്? ഉത്തരം ബാല്യകാല സഖി. ബഷീറിൻ്റെ ഏത് കഥയാണ് ഭാർഗവീ നിലയം എന്ന സിനിമയ്ക്ക് ആധാരമായത്? ഉത്തരം നീലവെളിച്ചം. മതിലുകൾ എന്ന സിനിമയിലെ നായകനാര്? ഉത്തരം മമ്മൂട്ടി. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ പ്രശസ്തമായ കൃതി ഏത്? ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ എഴുതിയ ഏക നാടകമേത്? ഉത്തരം കഥാബീജം. മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. ഒരു മരം ബഷീറിൻ്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇലയും കായുമാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏതാണ് ഈ മരം? ഉത്തരം മാംഗോസ്റ്റീൻ. ഇന്ത്യയിൽ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം. ബഷീറിൻ്റെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം പ്രേമലേഖനം. താഴെ പറയുന്നവയിൽ ബഷീറിൻ്റെതല്ലാത്ത രചന ഏത്? ഉത്തരം വൈലോപ്പിള്ളി രചിച്ച മാമ്പഴം. ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് പുസ്തകത്തിലാണ്? ഉത്തരം ബാല്യകാല സഖി. ബേപ്പൂർ സുൽത്താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേത്? ഉത്തരം സോജ രാജകുമാരി. ബഷീർ അന്തരിച്ച വർഷമേത്? ഉത്തരം 1994. ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത്? ഉത്തരം പ്രേംപാറ്റ. ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഉത്തരം ബഷീറിൻ്റെ എടിയെ. ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കോഴിക്കോട്. സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീറിൻ്റെ കഥ ഏത്? ഉത്തരം ഭൂമിയുടെ അവകാശികൾ. Thanks for watching our videos. Please like and subscribe for more educational videos. Thank you.